നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. വടക്ക് നിന്നെത്തി മലയാള സിനിമയുടെ നിറഞ്ഞ ചൈതന്യങ്ങളായി മാറിയ സനൂഷിയും സനൂപുമായിരുന്നു കഴിഞ്ഞ ദിവസം JB ജംഗ്ഷനിലെ അതിഥികൾ. ബാലതാരമായി തിളങ്ങി നായിക പദവിയിലേക്ക് ഉയർന്ന സനൂഷ, സഹോദരിയുമായി നല്ലൊരു മത്സരത്തിന് ഇറങ്ങി പുറപ്പെട്ട സനൂപ്. ഇരുവരുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരാം. എന്തായാലും സനൂഷ, ബാലതാരത്തിൽ നിന്നുള്ള മൈഗ്രേഷൻ, അവിടെ നിന്ന് വേറൊരു രംഗത്തേക്കുള്ള ഒരു പദവി, വരട്ടെ കാണാം. വലിയൊരു ബ്രേക്കായിരുന്നു സനൂഷ. പ്രത്യേകിച്ച് ദിലീപിന്റെ ഒരു ജോഡിയായിട്ട് വരുന്നു. ഒരുപാട് നടികള്, ബാലതാരങ്ങളൊക്കെ വലിയ പദവിയിലേക്ക് ഉയർന്നത് ദിലീപിന്റെ നായികമാരായിട്ടാണെന്നാണ് പറഞ്ഞത്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഒരു ഭാഗ്യതാരം എന്നാണ് ഇപ്പോഴും പറയാറ്. അതെ, ഒരുപാട് നായികകൾക്ക് ഒരുപക്ഷെ ഒരുപാട് മിഴിവ് നൽകിയിട്ടുള്ള ഒരു നടൻ കൂടിയാണ്. പക്ഷെ അന്ന് ഈ റോളൊക്കെ അഭിനയിക്കുമ്പോൾ ഒരു ചെറിയൊരു വൈക്ലഭ്യം ഉണ്ടായോ? ഇത്രയും ഈ ഒരു അപ്പോഴേക്കും തമിഴിലൊക്കെ ചെയ്തിരുന്നല്ലേ? തമിഴില് ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഇതൊരു പ്രൊഫഷൻ ആണല്ലോ, ഒരു മേഖലയാണ്, നമ്മുടെ ഒരു കഴിവ് തെളിയിക്കുന്ന ഒരു മേഖലയാണ്. അതല്ലാണ്ട് ഒരു എനിക്ക് ഇത്ര വയസ്സാണ്, ഞാൻ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു വയസ്സാണ്, അങ്ങനത്തെ ഒന്നും ചിന്ത ഇതുവരെ വന്നിട്ടില്ല. ഒരു നായികയായിട്ട് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചിന്ത സനൂഷയെ ഒരിക്കലും ബാധിച്ചിരുന്നില്ല. എന്താ കാരണം വെച്ചാൽ, ഇങ്ങനെ ഒരു വലിയൊരു എന്താ പറയാ, ഒരു നായികയുടെ റോഡിലേക്ക് മാറുമ്പോൾ ആ റോഡിലേക്ക് മാറാനുള്ള പക്വതയും പ്രായമൊക്കെ ആയോ എന്ന് ചിന്തിച്ചിരുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, അങ്ങനെ ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഗർഭിണിയാകുമായിരുന്നു. അതാണ്. അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടർ അല്ല അത്. ആ ഒരു പ്രായത്തിൽ ഒരു ഗർഭിണിയൊക്കെ ഗർഭിണികൾ തന്നെയായിരുന്നല്ലേ. ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു ക്യാരക്ടറാണ് സൈറ എന്നുള്ളത്. ഒന്ന് ഒരു സോഷ്യൽ കോസ് ഉള്ളൊരു ക്യാരക്ടറാണ്. ഇന്നത്തെ ഒരുപാട് പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ആ ഒരു ക്യാരക്ടർ എന്നുള്ളത്. ആ സാധനം പാടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ? അത് ഓർമ്മയ്ക്കായിട്ട് ഇല്ല, ഞാൻ വെച്ചിട്ടില്ലല്ലേ? അത് പിന്നെ ആരോ പറഞ്ഞു കേട്ട് സനൂഷയ്ക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. കണ്ടോ, ഇറക്കുമതി ചെയ്തൊരു സാധനമായിരുന്നു ചേച്ചിയെ ഗർഭിണിയാക്കാൻ വേണ്ടിട്ട്. കേട്ടോ, അത് അതിന്റെ ഒരു പെർഫെക്ഷനിൽ ചെയ്യാൻ വേണ്ടിട്ട് അതിന്റെ ഡയറക്ടറും അനീഷ് ഏട്ടനും പ്രൊഡ്യൂസർ സാൻഡ്ര ചേച്ചിയും വിജയ് സാറൊക്കെ കൂടിയിട്ടാണ്. അന്ന് ആരൊക്കെയായിരുന്നു സഹഗർഭിണികളെ ആ സിനിമയ്ക്കകത്ത്? സാൻഡ്ര ചേച്ചിയുണ്ട്, പിന്നെ റീമ ചേച്ചിയുണ്ട്, പിന്നെ ഹായ് സനു, ഹായ് ഉണ്ണിക്കുട്ട. സക്രിയയുടെ ഗർഭിണികൾ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം ഒരുപാട് കൂട്ടായി. പക്ഷെ എനിക്ക് സനൂപിനോടും സനൂഷയോടും ഓരോ ചോദ്യങ്ങളുണ്ട്. സനൂഷയോടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സക്രിയയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ സനൂഷ തമിഴിലും തെലുങ്കിലും ഒക്കെ ഒരുപാട് കത്തി നിൽക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് മലയാളത്തിൽ സക്രിയയുടെ ഗർഭിണികൾ ചെയ്യുന്നത്. ആ സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡും കിട്ടി. അതിനുശേഷം സനൂഷ ഒരുപാട് ചൂസി ആയോ? കാര്യം ഒരു സ്റ്റേറ്റ് അവാർഡിന് ശേഷം അതിലും വലിയൊരു ക്യാരക്ടർ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ പിന്നീട് അത് ഉണ്ടായിട്ടില്ല. പിന്നെ ക്യാരക്ടർ റോൾസിലേക്ക് മാറുന്നതായിട്ട് കണ്ടു. എന്താണ് സനൂഷ അങ്ങനെ റോൾസ് ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം? അഭിനയിക്കരുത്, കുറച്ചും കൂടി വ്യക്തത വേണം. വ്യക്തത ഇൻ ദ സെൻസ്, ഇപ്പൊ നമ്മളൊരു ത്രൂ ഔട്ട് മൂവിയില് ഒരു വെറുതെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്നതിനേക്കാളും, അതായത് വരുന്നു ചെറിയ ചെറിയ, അതായത് ഇപ്പോ വെറുതെ വരുന്നു, പ്രേമിക്കുന്നു, 2 പാട്ട് വെക്കുന്നു, പോണു എന്നുള്ളതല്ലാതെ നമ്മളൊരു സിനിമ കാണുന്ന സമയത്ത് ഒരു 2 മിനിറ്റ് ആണെങ്കിൽ 2 മിനിറ്റ് ആണെങ്കിൽ കൂടെ അത് എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുണ്ടായിരുന്നു. ആ ഒരു സീന് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അതെ, അതെ. സക്രിയയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന സിനിമയില് ഞാൻ ചെയ്ത ക്യാരക്ടർ എന്ന് പറയുന്നത് അങ്ങനത്തെയാണ്. ഇപ്പോഴും എല്ലാവരും പറയുന്ന സമയത്ത് ആ മൂവി എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് ഈ ക്യാരക്ടറാണ് എന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കേൾക്കുമ്പോ ഓക്കെ, അത് ചെയ്യണം. സനൂഷ ഇത് മനസ്സ് അപ്ലൈ ചെയ്തിട്ട് ഈ റോള് നമുക്ക് പറ്റുന്നതാണോ എന്നൊക്കെ തിരഞ്ഞെടുക്കാൻ ഒരുപാട് പേരുണ്ട്. എന്നെ ഈ ഒരു കരിയറിൽ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പൊ സാൻഡ്ര ചേച്ചി ആയാലും വിജയ് സാർ ആയാലും, നമ്മുടെ മങ്കിപ്പന്റെ ഡയറക്ടേഴ്സ് റോയിൻ ചേട്ടനായാലും, അല്ലെങ്കിൽ അനീഷ് ചേട്ടനായാലും, എന്റെ പാരന്റ്സ് ഉണ്ട്, ഇവൻ നല്ലൊരു
ചൂസ് ചെയ്യാൻ പറ്റിയ ഡിസിഷൻ എടുക്കാൻ പറ്റിയ ആളാണ്. അതെ, പെട്ടെന്നൊരു സെൻസ് ഉണ്ട്. അതെ അല്ലേ? അവനോട് ചോദിക്കും ഏറ്റവും അവസാനത്തെ തീരുമാനം ഇവിടെ നിന്നായിരിക്കും വരാം, ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഇവനാണ് യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡ്. അവൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ചിത്രങ്ങൾ. തമിഴിലൊരു നല്ലൊരു ക്യാരക്ടർ വന്ന സമയത്ത് ഒരു വലിയ ഹീറോയുടെ അനിയത്തിയായിട്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു പറഞ്ഞു, നീ എന്തിനാ അനിയത്തിയായിട്ടൊക്കെ അഭിനയിക്കണേ, നായികയായിട്ട് ചെയ്താ പോരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയെ വളരെ ഉയരത്തിൽ കാണാനുള്ള ഒരു ആഗ്രഹം കൂടി അവനുണ്ട്. മാത്രമല്ല ഇവന്റെ അഭിപ്രായം കലർപ്പില്ലാത്ത അഭിപ്രായമാണ്. ഇത് വേറെ യാതൊരു താല്പര്യങ്ങളോ സ്ഥാപിത താല്പര്യങ്ങളോ ഉണ്ടാകാൻ സാധ്യത. കുട്ടികളുടെ മനസ്സിൽ കളങ്കമില്ല, കുട്ടികളുടെ മനസ്സിൽ കള്ളമില്ല. കുട്ടികളുടെ മനസ്സിൽ പക്ഷെ കുട്ടികളുടെ അടുത്തിരിക്കുന്ന ആളുടെ മനസ്സിൽ കള്ളം ഉണ്ടാകാം. അതല്ല ഉദ്ദേശിക്കുന്നത്. സനൂഷിക്കട്ടൊരു വെപ്പായിരുന്നു അവൻ. വരട്ടെ. ഇനി സനൂപിനോടുള്ള ചോദ്യമാണ്. സക്കറിയുടെ ഗർഭിണികൾ എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് സനൂപിനെ കാണുന്നത്. അവിടുന്ന് ഓഡിഷന് കൊണ്ടുവന്നു. 2 ദിവസത്തിനുള്ളിൽ സനൂപ് റയാൻ ഫിലിപ്പായി മാറി. അതിനുശേഷം സിനിമയുടെ ഷൂട്ട് മുഴുവൻ സനൂപിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഓരോ സീനിലും കരയുന്നതാണെങ്കിലും ചിരിക്കുന്നതാണെങ്കിലും ഓരോ സീനിലും സനൂഷ അതിനു മുമ്പ് കാണിച്ചു കൊടുക്കും. സനൂപിന് പറ്റാതായി കഴിയുമ്പോൾ സനൂഷയുടെ വക ചില ചെറിയ ചെറിയ ട്രിക്സുകളിലൂടെയാണ് സനൂപ് അത് പെർഫോം ചെയ്തിരുന്നത്. അത് സനൂപിനും സനൂഷയ്ക്കും നന്നായിട്ട് അറിയാം. ഇടയ്ക്ക് പിച്ചി കരയിപ്പിക്കാറുണ്ടായിരുന്നു, ഇടയ്ക്ക് ചെറുതായിട്ട് വിഷമിപ്പിക്കാറുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പപ്പൻ മാഷുമായിട്ടുള്ള റെസ്റ്റോറൻറ്റിലെ ഒരു സീനില്, കരയുന്ന സീനില് ഹോൾ ക്രൂ നിന്ന് കരയാണ് സനൂപ് കരയുന്ന കണ്ടിട്ട്. അപ്പൊ അതുപോലെ കരയിപ്പിച്ച ചേച്ചി പിന്നീട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഈ സിനിമ കാണുമ്പോ ആ സീനൊക്കെ കാണുമ്പോ എന്താണ് തോന്നാറുള്ളത്? ഞാൻ അതിലേക്ക് വരുന്ന മുമ്പ് ഞാൻ നിന്നെ കാണിച്ചിരുന്നു. ഞങ്ങള് മങ്കിപ്പൻ ചെയ്യുമ്പോ ഭയങ്കര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു ഇതുപോലെ തന്നെയാണോ വീട്ടിലെ സന്തോഷം? ഇതേപോലെ തന്നെ, ഇതേപോലെ ഉടായിപ്പോൾ ഒരുപാട് അവൻ കാണിക്കും. അച്ഛന്റെ മോനല്ലേ എന്ന് പറയാം അവസാനം. അവൻ അങ്ങനെ പറയും, അച്ഛന്റെ മോനല്ലേ എന്ന്. ഓ അത് ശരി. ഇവൻ ഈ നമ്പറുകളെല്ലാം അവിടെ വീട്ടിൽ പയറ്റിയതാണ്. അവര് കളിക്കാൻ പോകുന്ന സമയമാകുമ്പോ എന്തെങ്കിലും ഒരു നമ്പർ ഇറക്കും. അപ്പം എല്ലാം വന്ന് സോപ്പൊക്കെ ഇട്ട് ആ ടൈം ആകുമ്പോ കറക്റ്റ് ആയിട്ട് പോകും. അതുപോലെ അച്ഛന് ചെറുതായിട്ട് ദേഷ്യമൊക്കെ പിടിപ്പിച്ചിട്ട് കാര്യം സാധിച്ചെടുക്കും. അപ്പൊ അത് ഡബിൾ ആയിട്ട് ചിലപ്പോ അവൻ ആഗ്രഹിക്കുന്ന സാധനങ്ങള് ഞങ്ങള് വേണ്ട എന്ന് പറയുന്ന സമയത്ത് അവൻ കയറി ചുമ്മാ വാശി കയറ്റും. വാശി കയറ്റി കഴിയുമ്പോ എന്തായാലും ഡബിൾ ആയിട്ട് കിട്ടുമല്ലോ ആ സാധനം. അപ്പൊ ആ സാധനം വാങ്ങിക്കും പറയും, എനിക്ക് സാധനം കിട്ടിയല്ലോ, പോരാത്തിന്റെ ഒന്ന് എക്സ്ട്രാ കിട്ടി, എനിക്ക് എന്താ പ്രശ്നം ചോദിക്കും. സനു ഒരാളെ കൂടെ കൊണ്ടുവരണം. ഇപ്പൊ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ ഭാഷ കൊണ്ടുവരണം. നമുക്ക് ഒരു ബാലതാരമായിട്ട് മലയാളത്തിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ആളാണ് സനൂഷ. സനു ഇപ്പം മങ്കിപ്പനിൽ അഭിനയിക്കാൻ വരുമ്പോൾ ബാലതാരമായി ഒരുപാട് സക്സസ്ഫുൾ ആയ ഒരു നടി എന്ന നിലയ്ക്ക് എന്ത് ഉപദേശമാണ് സനൂപിന് നൽകിയത്? എന്തെങ്കിലും ഉപദേശം കൊടുത്ത കേൾക്കുന്ന സ്വഭാവമാണോ ഇവനുള്ളത്? അല്ല, അങ്ങനെയല്ല. ഫസ്റ്റ് ഓഫ് ഓൾ വിജയ് സാറും സാൻഡ്ര ചേച്ചിയെടുത്തും ഈ ഒരു അവസരത്തിൽ നന്ദി പറയണം. അവർ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ലൊരു ക്യാരക്ടർ രണ്ടുപേർക്കും തന്നത് ഇവർ രണ്ടുപേരുമാണ്. അവരാ ഒരു പിന്നീടുള്ള ഞങ്ങളുടെ എല്ലാ കരിയർ ഓരോ ഡിസിഷനിലും അവരുടെ ഒരു വെൽ വിഷേഴ്സ് എന്നുള്ള ഒരു രീതിയിൽ അവരുടെ ഒരു കയ്യൊപ്പുണ്ട്, സിഗ്നേച്ചർ ഉണ്ട്. സനൂഷ ഇവനെ ഇപ്പം സനൂഷയുടെ അഭിനയ ലൊക്കേഷനിൽ ഇവൻ എത്തിയതാണല്ലേ? അതെ, അത് ആക്ച്വലി ഇവൻ വന്നു സക്രിയയുടെ ലൊക്കേഷനിൽ വന്നപ്പോ സാൻഡ്ര ചേച്ചിക്ക് ഇവന്റെ ചിരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെ, നമ്പർ. അപ്പൊ സാൻഡ്ര ചേച്ചി പറഞ്ഞു, ഒരുപാട് കുട്ടികളുണ്ട്, നീ ലൊക്കേഷനിൽ ബോറടിച്ചിരിക്കണ്ട, അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞ് രാത്രി വന്നപ്പോ പറഞ്ഞു ഇങ്ങനെ ഓഡീഷൻ ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു, ഞാനാട്ടോ റയാൻ ഫിലിപ്പ് എന്ന് പറഞ്ഞു. അതൊന്നും അവൻ തന്നെ ചൂസ് ചെയ്ത കാര്യങ്ങളാണ്, ഞങ്ങളൊന്നും അതിൽ ഇടപെട്ടിട്ടില്ല. അതിനുശേഷം വർക്ക് തുടങ്ങുന്ന സമയത്ത് നീയായിട്ട് തന്നെ ചെയ്യാം എന്നുള്ള രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് വലിയ ഉപദേശം കൊടുക്കാൻ ഞാൻ ആരുമല്ല. അപ്പൊ ചേച്ചിയുടെ റെക്കമെൻഡേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നീ സിനിമയിൽ കയറി പറ്റി ഇല്ലടാ? പക്ഷേ സിനിമയിലേക്കുള്ള വരവിനെ കുറിച്ച് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പൊടി പ്ലാൻ ഉണ്ടായിരുന്നോ? അതെയോ ഇല്ല? അപ്പൊ നിന്നെ സാന്ദ്ര എന്താ പറഞ്ഞോട് പറഞ്ഞു, നിനക്ക് ഇങ്ങനെ സിനിമയിൽ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞോ? ഇല്ല, അവിടെ കുറെ കുട്ടികളുണ്ട്. അപ്പം ചേച്ചി പറഞ്ഞാല് ചുമ്മാ ഇരിക്കണ്ട, അവിടെ പോയി അടിച്ചോളിച്ച് പറഞ്ഞ അങ്ങനെ പോയതാ.
അവിടെ പോയപ്പോ റോയ് ചേട്ടനൊക്കെ കണ്ടു. റോയ് ചേട്ടൻ കണ്ടു, ഷാനി ചേട്ടൻ, രാഹുലേട്ടൻ എല്ലാരും കണ്ടു. ഇവിടെ ഓഡീഷൻ ഉണ്ടായി, അങ്ങനെ ഉണ്ടായി. പിന്നെ റെഹാൻ ഫിലിപ്പായി. റിയാൻ ഫിലിപ്പ് ആവുമ്പോൾ നീ ഇങ്ങനെ ഒരു വലിയ ശ്രദ്ധേയമായ ഒരു റോളിൽ അഭിനയിക്കാൻ പോവാണ്. അങ്ങനെ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്കൂൾ വിദ്യാർത്ഥികളുടെ മനസ്സിൽ നീ ഇങ്ങനെ നെഞ്ചിലേക്ക് കയറാൻ പോവുകയാണെന്നൊക്കെ ചിന്തിച്ചോ? അറിയോ? ഇല്ല, സ്ക്രിപ്റ്റ് വായിച്ച സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം നമ്മളൊക്കെ പോയിട്ടുള്ള ഒരു കാലഘട്ടമാണത്. ആ ഒരു സ്കൂൾ ലൈഫിലെ കുരുത്തക്കേട്, ഫ്രണ്ട്സ്, അതൊക്കെ വായിക്കുന്ന സമയത്ത് ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനത്തെ ഒരു അത്രയും നല്ലൊരു ക്യാരക്ടർ ഇവന് കിട്ടാന്ന് പറയുന്നത് വലിയൊരു കാര്യം. ഹാപ്പിയായി. അപ്പൊ നീ റേനൊക്കെ ആയിട്ട് അഭിനയിച്ച് പല കുരുത്തക്കേടുകള്, പിന്നെ നിന്റെ സന്തോഷങ്ങള്, കുസൃതി, പിന്നെ കരച്ചില്, എല്ലാം ഇതൊക്കെ ഇവൻ നന്നായിട്ട് ചെയ്തു. നന്നായിട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ആസ് എൻ ആക്ടർ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആളാണ് ഈ നിൽക്കുന്നത്. ഒരു അനിയൻ വിട്ടിട്ട് നമ്മളൊരാളെ സിനിമയിൽ പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ കേക്കണ്ടെന്ന് ഒരു കാര്യം, നീ രണ്ട് ചെവി പൊത്തി പിടിച്ചോ. ഇവൻ ഡബിങ്ങിന്റെ സമയത്ത് പോലും ഞാൻ പലപ്പോഴും ഇങ്ങനെ ആശ്ചര്യപ്പെട്ടിരുന്നിട്ടുണ്ട്. അവൻ കൊടുക്കുന്ന ആ ഒരു ഡെഡിക്കേഷൻ കാണുമ്പോ ഞാനിങ്ങനെ പഠിക്കാനുണ്ട് വിചാരിക്കും. അതായത് ഇവരിൽ നിന്ന് കുറെ പഠിക്കാനുണ്ട്. ഇവനെ നീ എവിടെ ഇവന്റെ കരയിപ്പിച്ചത് എങ്ങനെയാണ്? ഞാൻ കരയിപ്പിച്ചിട്ടൊന്നുമില്ല, ഞാൻ ആ ക്യാരക്ടർ പറഞ്ഞെടുത്തതേ ഉള്ളൂ. എവിടേക്കാണ് തുള്ളി നിന്നെ കരയിക്കാൻ വേണ്ടി? അങ്ങനെയല്ല, ക്യാരക്ടറിനെ കുറിച്ച് പറയാറുണ്ട്. ആ സീന് പറയും, അതിനെ മോൾഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി. എങ്ങനെ ഇവൻ കരഞ്ഞ് ഗ്ലിസറിനൊക്കെ ഒഴിച്ചോ നന്നായിട്ട്? ഗ്ലിസറിൻ ഇടാണ്ടാണ് ആ പടത്തിൽ മൊത്തം കരഞ്ഞത്. ആണോ? അപ്പൊ ഇവൻ കരയാനുള്ള നമ്പർ ഉണ്ടല്ലോ. ഉണ്ട്. അത് ഇവൻ ഷൂട്ടിന്റെ സമയത്ത് മാത്രമല്ല, ഇവൻ ഡബിങ്ങിന്റെ സമയത്ത് പോലും ആ ചെയ്തിരിക്കുന്ന അതേപോലെ ചെയ്തിട്ടാണ് ഡബ് ചെയ്യണത്. അപ്പൊ അത് അടിപൊളിയായിട്ട് ചെയ്യാറുണ്ട്. എടാ സനുകുട്ട, നിനക്ക് അറിയാമായിരുന്നോ? അതായത് നീ വലിയൊരു ശ്രദ്ധേയമായിട്ടുള്ള റോളാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഇതൊക്കെ ആൾക്കാർ കാണാൻ പോവുകയാണ്, അനുമോദിക്കാൻ പോവുകയാണ്. നിനക്ക് അറിയായിരുന്നു അതിന്റെ ഗൗരവമാണ്? ലൊക്കേഷനിലുണ്ടായിരുന്നില്ല. അവിടെ എന്താ പറയാ, ലൊക്കേഷൻ അടിപൊളിയായിരുന്നു. എല്ലാവരും ഒരു ആ സിനിമ ഷൂട്ടിംഗ് അവസാനിക്കരുതേ എന്നുള്ളായിരുന്നു എന്റെ പ്രാർത്ഥന. ഭയങ്കര വിഷമായിരുന്നു കഴിഞ്ഞപ്പോൾ. അവസാനത്തെ ഷോട്ട് എന്ന് പറയുന്ന ആ സ്കൂളില് ബസ് ഇങ്ങനെ പോകുമ്പോ ഇവൻ സൈക്കിളിൽ ഇരുന്നിട്ട് ടാറ്റ പറയുന്നതാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞാനും റോയൻ ചേട്ടനൊക്കെ ഇങ്ങനെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു കരയും. അപ്പൊ റോയൻ ചേട്ടൻ ഇപ്പൊ കരയും, ഇപ്പൊ വരും എന്ന് പറയലും കരച്ചിലൊക്കെ ഒരുമിച്ചായിരുന്നു അവസാനത്തെ ഷോട്ടില്. ഭയങ്കര വിഷമായിരുന്നു അവര് പടം തീർന്നപ്പോ. അവന് മാത്രല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. ഇവന്റെ കണ്ണിലിരുന്ന് പറഞ്ഞപ്പോ കണ്ട, രണ്ട് കണ്ണുനീര് കണ്ട, തുള്ളി വന്ന് നിന്ന് കണ്ട. ശരിക്കും വിഷമമുണ്ടായിരുന്നു. നമ്മളൊക്കെ ഒരു ചേട്ടന്മാരായി. എനിക്ക് അനിയത്തിയും ചേട്ടനൊക്കെ വേണമെന്നായിരുന്നു. എനിക്ക് അനിയത്തി വേണമെന്നായിരുന്നു. പക്ഷെ ചേച്ചിയാ പറഞ്ഞത്. നിനക്ക് ഒരു അനിയത്തി കൂടെ വേണമെന്ന് ആഗ്രഹം ഉണ്ടോ? അനിയൻ ഞാനല്ല. ഞങ്ങൾ ഇടയ്ക്ക് കളിയാക്കാൻ വേണ്ടിട്ട്, ഞങ്ങൾ ഇൻ ദ സെൻസ് ഞങ്ങൾ അടുത്തറിയണ എല്ലാവരും ഞങ്ങളിങ്ങനെ പറയും 2004 എനിക്ക് കിട്ടി, 2014 ഇവന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അടുത്ത 10 വർഷത്തിന് ശേഷമുള്ള ഒരാളെ വേണമെങ്കിൽ ഇപ്പൊ ട്രൈ ചെയ്ത് നമുക്ക് പിടിക്കാം എന്ന് പറയും ചുമ്മാ. സന്തോഷേ, ഈ പിള്ളേരുടെ ആഗ്രഹം ചെറുതല്ല കേട്ടാ. ഉഷ റെഡി ആയിരിക്കാണ് കേട്ടാ. ആഗ്രഹം നടക്കില്ല. അറിയില്ല. എടാ ഒരു പ്രതീക്ഷക്കുള്ള ഒരു സാധനം ഉണ്ട് കേട്ടോ. കറക്റ്റ് 10 വർഷത്തെ ഗ്യാപ്പ് കൊടുത്തേക്കണം കേട്ടോ. 10 വർഷമായില്ലേ? 10 വർഷമായി. ഇനിയിപ്പോ ഫോട്ടോ ഫിനിഷിംഗ് ആയിരിക്കണം, പെട്ടെന്നായിരിക്കണം ഇത്. 10 മാസം എങ്ങനെ കാത്തിരിക്കുന്ന 10 മാസം അത് അമ്മ കാത്തിരുന്നോളൂ, കുഴപ്പമില്ല. നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് അമ്മ അച്ഛനും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. 3ാമതൊരു സംസ്ഥാന അവാർഡ് കൂടി വീടിന്റെ പടി കടന്ന് പിന്നെ പുതുതായിട്ട് പണികഴിപ്പിക്കുന്ന പൊടിക്കണ്ടിലെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നമ്മൾ ഇവർക്ക് നേരാം. വേറെ എന്ത് ചെയ്യാൻ പറ്റും സജീഷ്? അതാണ് ചേച്ചിയും അനുജനും തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം. നിങ്ങൾ വീട്ടിൽ എന്ത് മൂട്ടം തല്ലാണെങ്കിൽ പോലും പുറത്ത് നിങ്ങൾ തമ്മിൽ നല്ല കെമിസ്ട്രി ആണെന്നൊരു ഇംപ്രഷൻ. പുറത്ത് മാത്രല്ല, ഞങ്ങൾ അകത്ത് നല്ല കെമിസ്ട്രി ഉള്ള ആൾക്കാരാണ്.
എടാ നീ അങ്ങനെ എന്റെ കാര്യം വരുവാടാ നീ. നീ എന്റെ കൂടെ നിൽക്കുന്നു വിചാരിച്ചിട്ടില്ല ഇതൊക്കെ പറയുന്നത്. എന്തായാലും നമ്മൾ ഒറ്റക്കെട്ട. ഒറ്റക്കെട്ടാണല്ലേ? അത് ഞങ്ങള് വഴക്കൂടുമ്പോ അച്ഛനമ്മ ഇടപെടുമ്പോ അത്രയും നേരം ഇങ്ങനെ ഇടിച്ച് ബഹളം ഉണ്ടാക്കി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് നോക്കിയിട്ട് പറയും നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ടായിരുന്നില്ല. നിങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാൻ നിങ്ങൾ ആരെയും സമ്മതിക്കാറില്ല. നിങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും വഴക്കുകളും നിങ്ങൾ തന്നെ പരിഹരിക്കും. അതെ, ഞങ്ങൾ എന്ത് പറഞ്ഞ് വഴക്കിട്ടാലും പുറത്തുനിന്ന് ആൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉൾട്ട പണി കിട്ടുന്നല്ലാണ്ട് വേറെ തിരിച്ച് അങ്ങോട്ടാവും നിങ്ങൾ. അതുകൊണ്ടായിരിക്കും ഒരാൾ ഇങ്ങനെ പറഞ്ഞു. നോക്കാരാ പറയുന്നു. ഹായ് സനുഷ ആൻഡ് സനൂപ്, സുഖല്ലേ? എനിക്ക് ചോദിക്കാനുള്ളത്, സനുഷ ഇപ്പൊ കൊറേ സിനിമകൾ ഇങ്ങനെ ബാലതാരമായിട്ട് വന്നു, കുറെ സിനിമകളിൽ അഭിനയിച്ചു, പിന്നെ നടിയായി, ഇപ്പൊ കുറെ സിനിമകളിൽ നടിയായിട്ട് നല്ല ആക്ട്രസ് ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുമ്പോട്ടേ നമുക്കറിയാം സനുഷ നന്നായിട്ട് അഭിനയിക്കുന്നു. അതായത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ അതല്ലാതെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഭയങ്കര രസമായിട്ട് നല്ല കുട്ടി കുട്ടി എക്സ്പ്രഷൻസ് ഒക്കെ അങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ സനുഷ നല്ല നടിയാണ് അല്ലെങ്കിൽ സനുഷ നന്നായി അഭിനയിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു വന്നു. പക്ഷെ സനൂപിനെ എനിക്ക് തോന്നുന്നു സനുഷയുടെ അനിയൻ എന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നെ മങ്കീപ്പൻ എന്നുള്ളൊരു മൂവി വന്നപ്പോഴാണ് എന്നായി പോയത്. നമ്മൾ വേറൊരു രീതിയായി നമ്മള് അവനെ കണ്ടപ്പോ. കാരണം ഇത്രയും ടാലന്റഡ് ആണോ ഇവനും എന്നുള്ളൊരു ഇതായി പോയി. കാരണം മിക്ക ഇതിലും നമുക്ക് കാണുമ്പോൾ, ഞാനും കുറെ ചൈൽഡ് ആർട്ടിസ്റ്റുകളോടൊക്കെ അഭിനയിക്കുമ്പോഴൊക്കെ കുറെ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഒരുപാട് സമയം ചെലവാക്കിയിട്ട് വേണം നമുക്ക് ഒരു നല്ലൊരു എക്സ്പ്രഷൻ കിട്ടാൻ. അല്ലെങ്കിൽ അവർക്ക് ചെറിയ കുട്ടികളാണ്, അതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് മനസ്സിലായി എന്ന് വരില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു മങ്കിപ്പനിന്റെ കുറച്ച് ടെക്നീഷ്യൻസ് എനിക്ക് അറിയാവുന്ന ആൾക്കാർ എൻ്റെ അടുത്തൊക്കെ പറഞ്ഞത്, ചേച്ചി അതായത് സനുഷേനെ പോലെ തന്നെയാണ് സനൂപും, പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കാത്ത എക്സ്പ്രഷൻസ് ഒക്കെ തരികയാണ്. അപ്പൊ ഇതെന്താണ് അതിന്റെ ടെക്നിക്ക്? അതായത് ഇപ്പൊ ഞങ്ങളൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയത് കുറച്ച് ഓക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായം വന്നപ്പോഴാണ്. നിങ്ങൾ എങ്ങനെയാണ് അപ്പൊ ചേച്ചിയും അനിയനും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊക്കെ കൊടുക്കും? അതായത് ഇങ്ങനെ അഭിനയിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ വന്നാൽ അങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. എങ്ങനെ നിങ്ങളുടെ ഇടയിലുള്ള ഒരു കെമിസ്ട്രി, രണ്ടുപേരും ആക്ടേഴ്സ് ആകുമ്പോൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ്? അത് അച്ഛനും അമ്മയാണോ ഇതിന്റെ പിന്നില്? ഇപ്പൊ നെക്സ്റ്റ് മൂവിയിൽ എന്റെ മകനായിട്ട് അഭിനയിക്കാൻ പോവാണ് സനൂപ്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് പേടിയുണ്ട്, കാരണം എനിക്ക് ഉറപ്പാണ് അവൻ കയറി സ്കോർ ചെയ്ത് കളയുന്നത്. അപ്പൊ എനിക്കും പ്രേക്ഷകർക്കും അറിയാൻ താല്പര്യമുണ്ട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു കെമിസ്ട്രി എന്നുള്ളത്. ഞാൻ കെമിസ്ട്രിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഭാവന ചേച്ചി അപ്പൊ നിങ്ങൾക്കിടയിലുള്ള ഫിസിക്സ് എന്താണ് പറ? ശരിക്കും ബയോളജി ആണ്. ബയോളജിയാണ്. അതെ, ശരിയാണ്. ഈ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ ആ ബയോളജിയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബയോളജി. എന്താണ് സനുഷ പ്രത്യേകിച്ച് നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശമാണോ അതെയോ? ഭാവന ചേച്ചിയുടെ കൂടെ ഞാൻ ചോട്ടോമുംബൈയില് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭാവന ചേച്ചി ഭയങ്കര തുരുതുരുതുരാന്നുള്ളൊരു ആളാണ്. എല്ലാരും ഭയങ്കര ആക്റ്റീവാണ് ചേച്ചി. അപ്പൊ ചേച്ചിയുടെ മകനായിട്ടാണ് അടുത്തത് ചെയ്യാൻ പോണത്. അവിടെ സനുഷ ഉണ്ടാവും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട്. സനുഷ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അതുപോലെ ചെയ്യും. അതിനേക്കാൾ കൂടുതൽ ചെയ്യും. അങ്ങനെ ഒരുപാടൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. ആ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്, ഇന്നതാണ് ആ ഒരു ക്യാരക്ടർ എന്നുള്ള പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവന്റെ കൈ കൊടുത്തിട്ട് അവൻ അവന്റെ രീതി കൈകാര്യം അവന്റെ രീതി. എടാ എങ്ങനെയാണ് നീ ഒരു ഉദാഹരണം, നീ ഇപ്പൊ മങ്കിപ്പനിൽ നീ അഭിനയിച്ച സമയത്ത് അറിയാന്റെ കുരുത്തക്കേടുകള് അത് ചെയ്യേണ്ട കാര്യമല്ലോ, അത് അഭിനയിക്കണ്ടല്ലോ. അങ്ങനല്ല, ചേച്ചി ഒരു ഗോൾ അടിച്ചപ്പോ നീ ഞാൻ അറിയാതെ മങ്കിപ്പന്നെ ഭയങ്കര പാവം കൂട്ടായിരുന്നു. മുടിയൊക്കെ വളർത്തി ഇത്ര ഉണ്ടായിരുന്നു ശരിക്കും മുടി. പാവം മങ്കിപ്പൻ ശേഷം ഞാൻ പിന്നെ അകത്തിരുന്ന സിംഹത്തിനെ അവൻ പുറത്തേക്ക് എടുത്തു. അങ്ങനല്ല. ഇത് നീ അഭിനയിക്കുകയാണെന്നൊരു തോന്നലുണ്ടോ അതെയോ? ഇല്ല, മങ്കീപ്പൻ ഇല്ല. മങ്കീപ്പൻ എന്ന് വെച്ചാ എല്ലാവരും ചേട്ടന്മാരായിരുന്നു. റോൻ ചേട്ടൻ, ഷാജി ചേട്ടൻ, രാവലേട്ടൻ, ചാൾസ്, എല്ലാവരും. ഇപ്പൊ എല്ലാവരും അടിപൊളിയാ. അപ്പൊ എനിക്ക് കൂടുതൽ അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. അവിടെ എല്ലാം പറഞ്ഞു, ഒരു പ്രായത്തിലുള്ള ആൾക്കാരാണ്. എല്ലാവരും എനിക്ക് പറഞ്ഞു അപ്പൊ ഒരു സ്കൂളിലുള്ള അന്തരീക്ഷം പോലെ തന്നെ അവിടെ തോന്നി. നീ ജീവിക്കുകയാണോ ഇത്? ഇഷ്ടായ? ഭയങ്കരായിരുന്നു. മമ്മൂട്ടിയെ വിട്ടുപോകാൻ നിനക്ക് വിഷമമായി അവസാനം? സ്വന്തം അച്ഛനെ പോലെ തന്നെ ആയിരുന്നു നമുക്ക്. ഭയങ്കര കെയറിങ്ങും ഭയങ്കര അടിപൊളിയായിരുന്നു ലൊക്കേഷനിൽ ഇവർ രണ്ടുപേരും. നമുക്ക് പേടിയുണ്ടായിരുന്നു. നമുക്കൊക്കെ ആകെ പേടി ഉണ്ടായിരുന്നത് ചേച്ചിയെ മാത്രമാണ്. അവിടെ ആ പിന്നെ കുളത്തിൽ വെച്ച് മുക്കി കൊല്ലാൻ വേണ്ടി ചേച്ചി ശ്രമിച്ചതല്ലേ നമുക്ക്. അതുപോലെ ഒന്നും ചെയ്യുമെന്നൊരു പേടിയാലാണെന്ന് ചേച്ചിയെ പോലെ ഒന്നും അല്ല, നമ്മള് പാവല്ലേ. വരട്ടെ ഒരാള്. ഹലോ സനൂപ്, ഭാസ്കർ ദ റാസ്കലിന് ശേഷം നമ്മൾ വീണ്ടും ഇങ്ങനെയാണ് കണ്ടുമുട്ടുന്നത്. സനൂപിൻ്റെ സിനിമാ പ്രവേശനത്തിൽ ഒരു ഭാഗമാകാനുള്ള അല്ലെങ്കിൽ ഒരു ഘടകമാകാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഭാഗ്യം എന്ന് തന്നെ ഞാൻ പറയുകയാണ്. കാരണം സനൂപിൻ്റെ ഒരു ഫാനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സനൂപിനെ
സിനിമയിൽ നിർദ്ദേശിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി എന്ന് ഞാൻ വലിയ ക്രെഡിറ്റ് ആയിട്ട് എടുക്കുകയാണ്. കാരണം പക്രുവിൻ്റെ കുട്ടിയും കോലും എന്ന സിനിമയിൽ സനൂഷയാണ് നായകൻ പക്രു തന്നെയാണ്. അന്ന് പക്രുവിനെ കാണാൻ സനൂഷ വന്നിരുന്നു. അന്ന് പക്രു പറഞ്ഞു സനൂഷയാണ് സാർ ഹീറോയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൺഗ്രാജുലേഷൻ പറഞ്ഞു സനൂഷയോടും പക്രുവിനോടും. അപ്പോൾ പക്രു പറഞ്ഞു എൻ്റെ ചെറുപ്പവും വേണം, സനൂഷയുടെ ചെറുപ്പവും വേണം. എൻ്റെ ചെറുപ്പത്തിനൊരു പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട്, സനൂഷയുടെ ചെറുപ്പത്തിനൊരു കുട്ടിയെ കിട്ടിയിട്ടില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ വേറെ കുട്ടിയെ അന്വേഷിക്കുന്നത്? സനൂപിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു സനൂഷയോടൊപ്പം അന്ന് ചുമ്മാ വന്നതാണ് സനൂപ്, അന്ന് കുഞ്ഞാണ്, ഈ കുട്ടി പോരെ, സനൂപ് പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ പക്രു പറഞ്ഞു അയ്യോ ഇത് ആൺകുട്ടിയാണ് സാർ എന്ന്. സനൂഷയും പറഞ്ഞു ഇത് ആൺകുട്ടിയാണ്. ഞാൻ ആൺകുട്ടിയാണെന്ന് എനിക്കറിയാം, പക്ഷെ സിനിമയിലെ ആളുകൾക്ക് മനസ്സിലാവില്ലല്ലോ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന്. അങ്ങനെ ആ സിനിമയിലൂടെയാണ് സനൂപ് സിനിമ തുടങ്ങിയത്. അതിൽ നിർദ്ദേശിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. എന്തൊക്കെയാണെങ്കിലും സനൂപിൻ്റെ ആ തുടക്കം ഇനി അങ്ങോട്ടും ഗംഭീരമാവട്ടെ. സനു നോക്ക്, മുൻനിര സംവിധായകനാണ് വന്ന് സനൂപിന് വേണ്ടി വന്ന് പറയുന്നത്. അപ്പൊ ഈ ഷോയിൽ വരാതിരുന്നെങ്കിൽ വലിയ നഷ്ടാവില്ലായിരുന്നോ? ഇത് ചെറിയ കാര്യമാണോ? ഇത് വലിയ ദേശീയ അവാർഡ് കിട്ടുന്നേക്കാളും വലിയ കാര്യമാണ് ഇങ്ങനെയുള്ള വലിയ വലിയ സംവിധായകന്മാര് വന്ന് പറയുന്നത്. അപ്പൊ ആ ചേട്ടന് വേണ്ടി നമ്മൾ രണ്ടുപേരും പാടിക്കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കണിമലരേ മമ മനസ്സിൻ ആലോലം എൻ കണിമലരേ ചായുറങ്ങാലോലം. സിദ്ദിഖങ്ങളൊരു പാട്ട് പാടിക്കണം എന്നോട് പറഞ്ഞ കേട്ടാ. സിദ്ദിഖങ്ങൾ ഇനി നോക്കട്ടെ, ഇനി അത് സിദ്ദിഖങ്ങൾ ഗർവിക്ക് ഞാൻ ഒരു കാര്യം പറയാം. മുഴുവൻ പാട്ട് പാടി കൊടുത്തിട്ട് സിദ്ദിഖങ്ങൾ ഗർവിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയല്ല, സിദ്ദിഖങ്ങളുടെ ഈ ഭാസ്കർ ദ റാസ്കലിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മങ്കിപ്പല്ലി കഴിഞ്ഞൊരു എല്ലാം പറഞ്ഞു അല്ലേ? ഫംഗ്ഷന് വന്ന സമയത്താണ് സിദ്ദിഖങ്ങൾ ഇവനെ കണ്ടപ്പോ മോന്റെ അടുത്ത പടം വേറെ കമ്മിറ്റി എഴുതി, ഞാൻ അവന് വേണ്ടിയായിട്ട് ഞാനൊരു സാധനം എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അത് വലിയൊരു കാര്യമായിട്ട്, കാരണം വേറെ ഒരു കുട്ടീനെയും നോക്കാതെയാണ് സിദ്ദിഖങ്ങള് ആ ഒരു പടം ഇവന് കൊടുത്തത് ക്യാരക്ടർ. ഞാൻ ആ ക്യാരക്ടറില് സിദ്ദിഖങ്ങളോട് പറഞ്ഞിരുന്നു ഒരു തവണ, സിദ്ദിഖങ്ങളെ ഞാൻ ബാലതാരായിട്ട് ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് ഇതുപോലത്തെ ഒരു ക്യാരക്ടർ തന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. കണ്ട അവളുടെ കുശുമ്പ് അവിടെ പുറത്തു വന്നു. അതാണ് അസൂയ. കണ്ട ചേച്ചി ദേശീയ അവാർഡ് നിറവിലേക്ക് പോകണമെന്നും ഒരുപാട് സിനിമകൾ അഭിനയിക്കണമെന്നും അവൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ചേച്ചിക്ക് ഈ കുശുമ്പ് എന്ത് ചെയ്യാനാണ്? കണ്ടോ, അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ വരട്ടെ. ഹായ് സനൂഷ, ഹായ് സനൂപ്. നിങ്ങളോട് വലിയ ആധികാരികമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും എനിക്ക് ചോദിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഒരുമിച്ച് വന്നവരാണ് സനൂപെ, അല്ലേ? അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചുള്ള വലിയ ചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ചോദിക്കാനില്ല. പക്ഷേ ഈ അവസരത്തിൽ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ സിനിമയിൽ ജോയ്ക്ക് മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടറിന്, മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടർ ഒരു നമ്മുടെ ക്രിസിനെ ഉണ്ടാക്കുകയാണ്. ഐ മീൻ ക്രിസ് എന്നുള്ള ക്യാരക്ടറിനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ബിൽഡ് ചെയ്തിരിക്കുന്ന അവർ തമ്മിലുള്ള ഇമോഷൻസാണ്, അവർ തമ്മിലുള്ള ക്യാരക്ടർ ഇമോഷൻസും അവർ ആ ക്യാരക്ടറോട് തോന്നുന്ന ഒരു ഈഗോയുമാണ്. അപ്പോൾ ആ ഈഗോ നമ്മുടെ സനൂഷയ്ക്ക് സ്വന്തം അനിയനായിട്ടുള്ള സനൂപിനോട് തോന്നിയിട്ടുണ്ടോ, അതുപോലെ തന്നെ സനൂപിന് ചേച്ചിയോട് തോന്നിയിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ പരിപാടി കഴിയുമ്പോ ആദ്യം രാവിലെ പോയി കാണണം. എനിക്ക് ഈഗോ വന്നിട്ടില്ല. ഞാൻ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഈഗോ ഒന്നുമില്ല. ആ ക്യാരക്ടർ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ് അവൻ ചെയ്യുന്ന സമയത്ത്. കാരണം അത്രയും മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ആ ഒരു അവന്റെ ഫസ്റ്റ് ഹാഫ് വരെ ഭയങ്കര ഇവന്റെ ആ ഒരു ലെവലിൽ തന്നെയുള്ള ഒരു ക്യാരക്ടർ, ക്യൂട്ടായിട്ട് കുറച്ച് കുരുത്തക്കായിട്ടുള്ള ഒരു ക്യാരക്ടർ. പെട്ടെന്ന് സെക്കൻഡ് ഹാഫിൽ ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് ഭയങ്കര അഹങ്കാരം. ആ ഒരു ക്യാരക്ടർ ചേഞ്ച് എങ്ങനെ ഇവൻ ചെയ്യുമെന്ന് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഗുണമാണ് നന്നായിട്ട് അവനെ ആ കറക്റ്റ് രീതിയിൽ കൊണ്ടുവന്ന് നന്നായിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഈഗോ ഒന്നും എനിക്ക് വന്നിട്ടില്ല. രാവിലേട്ടാ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഈഗോ. ഞങ്ങൾക്ക് എന്തിനാണ് ഈഗോ? രണ്ടുപേര് ഒരേ വീട്ടിലല്ലേ?
എങ്ങനെയൊക്കെ വന്നാലും ഒന്നും കൂടെ കൈയൊക്കെ ഒന്ന് പൊക്കിയിട്ട് പറ, ഞങ്ങൾ ശരി, ഒരാളും കൂടെ വരട്ടെ. ഉണ്ണി ചോദിക്കട്ടെ? പേടിക്കണ്ട, നിന്നോട് ഞാൻ ചോദ്യമൊന്നും ചോദിക്കില്ല, കാരണം അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ ജീവിച്ചിരിക്കണമല്ലോ. ഉണ്ണിയോട് ഞാൻ നമ്മുടെ ഷൂട്ടിംഗ് സെറ്റിലുണ്ടായ എനിക്ക് കഴിഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിലുണ്ടായ രസകരമായ ഒരു അനുഭവത്തിന്റെ പകുതി ഞാൻ പറയും, ബാക്കി പകുതി പ്രേക്ഷകരോട് നീ പറയണം. മങ്കിപ്പൻ അഭിനയിക്കാൻ വരുമ്പോഴാണ് സനൂപ് സന്തോഷ് എന്ന് പറയുന്ന ഒരാളുടെ കാലിബർ, ആക്ടിങ്ങിനോടുള്ള ഒരു കാലിബർ കണ്ടിട്ട് ഞാനടക്കം നമ്മുടെ ക്രൂ എല്ലാവരും ഞെട്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് പ്രേക്ഷകരും കണ്ട് ഞെട്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് പടം ജോയിൻ ദ ബോയിൽ വരുന്ന സമയത്താണ്. അതിൽ ഇടയ്ക്ക് കുറച്ച് ദിവസമൊക്കെ ആൾക്ക് ഫ്രീ ഉണ്ടായിരുന്നു. ഈ ഫ്രീ ടൈമിൽ നമ്മുടെ കൂടെ നിന്നിട്ട് ഇപ്പോൾ ചില സമയത്ത് എന്നെ സഹായിക്കുമ്പോൾ ആക്ഷനും കട്ടൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ സ്പോട്ട് എഡിറ്ററിനോട് ഇരുന്ന് സ്പോട്ട് എഡിറ്റ് ചെയ്യുന്നു. ഒരു ദിവസം നോക്കുമ്പോൾ നീലിനോടെ ക്യാമറ ക്രെയിനിലിരിക്കുന്നു. അപ്പോൾ ടെക്നിക്കലിനൊക്കെ ഒരുപാട് ഭയങ്കര ഇഷ്ടമുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ഒരിക്കലും സനൂപ് സ്വന്തം സീനിൻ്റെ ഡയലോഗ്സ് രാവിലെ എണീറ്റ് കാണാതെ പഠിക്കുന്നതോ അല്ലെങ്കിൽ അതൊന്ന് ബൈ ഹാർട്ടാക്കി പഠിക്കുന്നതൊന്നും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ആള് സ്പോട്ടിൽ വരും, സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കും, ആ സമയത്ത് ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു ആക്ടറാണ്. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ രാവിലെ ഞങ്ങൾ എല്ലാവരേക്കാളും നേരത്തെ 6 മണിക്ക് എണീറ്റിരുന്നിട്ട് ആൾ സ്ക്രിപ്റ്റ് എടുത്ത് വെച്ചിട്ട് ഒരു ഡയലോഗ് പഠിക്കുകയാണ്. ഏറ്റവും രസം എന്താ വെച്ചാൽ അവൻ പഠിക്കുന്ന അവൻ്റെ ക്യാരക്ടറിൻ്റെ ഡയലോഗ് അല്ല, അവൻ പഠിച്ചത് മറ്റൊരു ക്യാരക്ടറിൻ്റെ ഡയലോഗാണ്. അതെന്തിനാണ് നീ പഠിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു ഉത്തരമുണ്ട്. ആ ഉത്തരം എന്താണെന്ന് ഞാൻ പറയില്ല. നീ അത് എന്തിനാണ് പഠിച്ചതെന്നും ആർക്ക് വേണ്ടിയാണ് പഠിച്ചതെന്നും നീ തന്നെ പറയുക. സത്യം മാത്രം പറയണം, കാരണം ഇത് കഴിഞ്ഞ് ഞാൻ ഇവരോട് സത്യം പറയും. നീ സത്യസന്ധനാണോ എന്ന് ഞാനിപ്പോ നോക്കും. എനിക്കറിയാം എന്താണെന്നുള്ളത്, എനിക്ക് ഉത്തരം അറിയാം, എനിക്കറിയാം എന്താണെന്നുള്ളത്. നീ നുണയാണ് പറയണത്, നീ അപ്പം പിടിക്കും. ഞാനേ ചുമ്മാ ഷൂട്ടിലായിരുന്നു. അപ്പൊ ഞാന് ഇവൻ ആക്ച്വലി ഇവരുടെ കൂടെയാണ് സ്റ്റേ ഒക്കെ. ഞങ്ങള് അവിടെ നിന്ന് കഴിഞ്ഞാല് ഞങ്ങള് ടൂറിസ്റ്റുകളെ പോലെയാണ് അവിടെ. ഇവൻ അവരുടെ കൂടെ നിന്ന് അവരുടെ കൂടെ തന്നെ പോയി അതൊക്കെ അവരുടെ കൂടെയാ. അപ്പൊ പുതിയ പുതിയ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് അവർക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യണം. അല്ല, ചോദ്യം എന്താണെന്ന് പറ. അല്ല, ഞാൻ ചുമ്മാ രാവിലെ എണീച്ച് സ്ക്രിപ്റ്റ് എടുത്ത് വായിക്കായിരുന്നു. അപ്പൊ അത് മനുഷ്യന്റെ കുട്ടിക്കാലായിരുന്നു. അപ്പൊ ഞാൻ ആ കുട്ടിക്കാലം കേട്ടിട്ടില്ല. ഞാൻ ആ സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ലായിരുന്നു. ചുമ്മാ എടുത്ത് വായിച്ചതാ. ആരുടെ സ്ക്രിപ്റ്റാണ് വായിച്ചേ? മനുഷ്യയുടെ കുട്ടിക്കാലം. ആരാണത്? ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി. ഏത് കുട്ടിയാണ്? അതെന്റെ അനിയത്താ. ആയിക്കോട്ടെ. ഇതുപോലെ നീ ചമ്മിട്ടുണ്ടാവില്ല. എന്തായാലും ഇങ്ങനെയാണ് ഈ സിനിമാക്കാർ പണി തരുന്നത്. ഇവരൊന്നും ഒരിക്കലും വിശ്വസിക്കരുത് കേട്ടോ. നീ തിരിച്ചതുപോലൊരു പണി നീ ആ ചേട്ടനെ കൊടുത്തിരിക്കണം കേട്ടാ. നീ കൊടുത്തോളാം. സനൂഷത്തിന് ഒരുപാട് സിനിമകൾ സനൂഷയുടെ പട്ടികയിൽ സ്ഥാനം പിടിക്കുന്നു. വളരെ ദൗർഭാഗ്യകരമാണ് മിലിയുടെ സംവിധായകൻ നമ്മോടൊപ്പം ഇല്ല. എങ്കിൽ പോലും ശ്രദ്ധേയമായിട്ടുള്ള ഒരുപാട് റോളുകൾ ഈ ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ സനൂഷയോട് ഒരു ചോദ്യമായിട്ടൊരാൾ വന്ന് നിൽപ്പുണ്ട്. നോക്കട്ടെ. ബാലതാരമായി, നായികയായി ഇനി നമ്മൾ മലയാളികൾ സനൂഷ അറിയപ്പെടാൻ പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ കൂടെയാണെന്ന് അറിയാം. അതിലേറ്റവും അടുത്ത് അറിയപ്പെടാൻ പോകുന്നത് ആരായിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്ത് പേരിലായിരിക്കും സനൂഷയുടെ ഒരു ഡെസിഗ്നേഷൻ ഇനി വരിക? എനിക്ക് പണിയെടുത്തിട്ട് വലിയ സ്ട്രൈറ്റ് ആയ ഒരു ചോദ്യം ചോദിച്ചു അല്ലേ? അതാണ് സനൂഷ. വളരെ ഗൗരവമായ ഒരു ചോദ്യമാണ്. എന്താ കാരണം വെച്ചാൽ സനൂഷയ്ക്ക് ഇപ്പോൾ പക്വതയായി, പരിജ്ഞാനമായി, പ്രാഗൽഭ്യമായി ഒരു സ്ഥാനമുണ്ട്. മലയാള സിനിമയിൽ ചുവട് ഉറപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തെലുങ്ക് സിനിമയിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഒരു ടാർഗറ്റ് വേണ്ടേ? ടാർഗറ്റ് ഒക്കെ ഉണ്ട്. അത് കിട്ടുമ്പോ ടാർഗറ്റിലേക്ക് എത്തുന്ന സമയം ആൾക്കാർ അറിഞ്ഞാൽ മതി എന്നുള്ളതുകൊണ്ടാണ് എവിടെയും പറയാത്തത്. പുറത്ത് വിടില്ലടാ സനു. സനൂഷ എന്തൊക്കെ കോഴ്സുകളാ പഠിക്കണേ ഇപ്പൊ? ഒരുപാട് കോഴ്സ്. സന്തോഷം ചിരിച്ചു. ഒരുപാട് ചോദ്യമാണ് ചോദിച്ചത്. സന്തോഷം പഠിക്കുന്ന എന്താണെന്ന് ചോദിക്കുമ്പോ അതിന് ഉള്ളറിയാൻ വേണ്ടിട്ടാണ്. പറഞ്ഞ പോലെ ഞാൻ MA സോഷ്യോളജിയാണ് പഠിക്കുന്നത്. വെരി ഗുഡ്. പിന്നെ വേറെ ഒന്നും പഠിക്കുന്നില്ല, വേറെ ജീവിതം പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ്
സനൂഷ പ്ലാൻ ജീവിതത്തിൽ എന്താകണമെന്നാണ്? ഒരു ജോലി, ഒരു എംപ്ലോയ്മെന്റ്, ഒരു പ്രൊഫഷണലിസം, സിനിമയിൽ തന്നെ കരിയർ, എന്താണ്? അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഒരു ഗോളുണ്ട്, അതാവട്ടെ. കിട്ടിക്കഴിയുമ്പോഴാണ് അത് പറയാനും അതിൽ കുറച്ച് അഹങ്കാരത്തോടു കൂടി എല്ലാരെയും കുറച്ച് ആൾക്കാരൊക്കെ നോക്കിയിട്ട് എനിക്കൊന്ന് ചിരിക്കണം, അന്നേരം പറയാം. ചിരിച്ചോട്ടെ പാവം. ചിരിച്ചോട്ടെ പാവല്ലേ? ഇപ്പം ചിരിക്കുന്നില്ലാന്നൊന്നും പിന്നെ അർത്ഥമില്ലല്ലോ. എന്തായാലും വലിയ ലക്ഷ്യബോധത്തോടെയാണ് സനൂഷ ജീവിതത്തെ കാണുന്നത് അല്ലെ? നിശ്ചയദാർഢ്യമുണ്ട് ഉണ്ട്. ഇപ്പൊ കരിയറിലായാലും ഇനി ഒരു നല്ല ക്യാരക്ടേഴ്സ്, അതായത് ഇതുവരെ ചെയ്ത നല്ല ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നമുക്ക് ഒരുപാട് കാലം കഴിഞ്ഞാലും ഓർമ്മയിൽ നിൽക്കാൻ പറ്റുന്ന പ്രാധാന്യമുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ക്യാരക്ടർ. സിനിമ ആസ്വാദകർ ഒരിക്കലും മറക്കാത്ത ചില മുഹൂർത്തങ്ങൾ അവർക്ക് കാരണം നായികമാർക്ക് എന്തായാലും ഒരുപാട് കാലമൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പൊ പോയി നിനക്കൊരു സൂപ്പർ സ്റ്റാർ ഒക്കെ ആകണ്ടടാ. എനിക്കോ? വേണം എന്തായാലും. നിനക്ക് രജനീകാന്തിന്റെ രാശിയാന്നേരം പറയുന്നുണ്ടല്ലോ. അവരുടെ ബർത്ത്ഡേ ഒരുമിച്ചിട്ടാണ്, ഡിസംബർ 12. അതിന്റെ ഒരു അഹങ്കാരം അവന്റെ മുഖത്തില്ല കേട്ടോ. പാവാണ്. എന്താ മോനെന്താ ആകാനാണ് ആഗ്രഹം? ഓ, ചേച്ചിയെ പറഞ്ഞ രഹസ്യം പുറത്തു വിടുന്നില്ല. അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരിക്കലും പുറത്തു. സിനിമയിൽ തന്നെ ആണോ മോനെ ചുവടുറപ്പിക്കാൻ ആഗ്രഹം? ഒരു പ്രൊഫഷണൽ ആക്ടർ ആകണം എന്നാണോ? അതെയോ വേറെ പ്രൊഫഷൻ, എഞ്ചിനീയർ, ഡോക്ടർ, പൈലറ്റ്, പോലീസുകാരൻ? ഒന്നുമില്ല. അവൻ അഭിനയിക്കട്ടെ. അവന്റെ കഴിവുള്ള ഏത് മേഖലയാണോ അതിന് ഞങ്ങൾ എല്ലാവരും നല്ല പൂർണ്ണ സപ്പോർട്ട് കൊടുക്കും. പക്ഷെ പഠിത്തത്തിൽ ഉഴപ്പാൻ പാടില്ല. പഠിത്തത്തിൽ ഉഴപ്പാൻ പാടില്ല. പക്ഷെ ഒറ്റ അപ്പുറത്തേ ഉള്ളൂ. വേറെ ആൾക്കാരെ ഡയലോഗ് മോഷ്ടിച്ച് പഠിക്കാൻ പാടില്ല. അത് പഠിച്ചത് അവൻ ആ ഒരു പ്രൊഫഷനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അയ്യോ ചേച്ചി കേട്ട് ഊതുകയാണോ? ഇതുപോലൊരു ഊതം എനിക്ക് ജീവിതത്തിൽ കിട്ടുന്നുണ്ടാവില്ല. ആ ലൊക്കേഷനിൽ അവൻ റോയൻ ചേട്ടൻ പറഞ്ഞ പോലെ സ്പോട്ട് എഡിറ്റിംഗ്, ചില സമയത്ത് ക്യാമറയുടെ ബാക്കിലുണ്ടാവും, ചില സമയത്ത് ഡയറക്ഷനിലേക്ക് ഉണ്ടാവും. അവൻ എല്ലാ മേഖലയിലും അവൻ നോക്കി. അതിന്റെ ഒരു ഫ്രീഡം ആ ഒരു അതെ. ഈ റോജൻ ചേട്ടൻ ആ ഒരു ടീം, മങ്കിപ്പൻ ടീം എന്ന് പറയുന്നത് ഞങ്ങൾ നന്നായിട്ട് അറിയണം. ഞങ്ങളുടെ ഒരു ഫാമിലിയുടെ അംഗങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നല്ല ഫ്രീഡം ആണ് അവിടെ. ഒരാള് ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് പോളെന്ന് പറയുന്നുണ്ട്. പക്ഷെ വളരെ സീരിയസ് ആയ ചോദ്യമാണ്. സനൂഷയ്ക്ക് ഒരുപാട് വരം നൽകിയ ഒരാളാണ്, നേരത്തെ വന്നു പോയതാണ്, ഒന്നും കൂടി വരട്ടെ. ഒരാഗ്രഹം പറയാണ്, വെറുതെ പറയുന്നതാണ്. ആഗ്രഹം നടന്നാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം. ടെലിവിഷനിലേക്ക് തിരിച്ചു വന്ന് ഒരു അരമണിക്കൂറിൻ്റെ ഒരു എപ്പിസോഡെങ്കിലും ആ അത്ഭുതകരമായ പെർഫോമൻസിന് തിരിച്ചു തരാൻ ഒരു അവസരം തരണമെന്നൊരു ആവശ്യം കൂടി ഞാൻ പറയുകയാണ്. കഴിയുമെങ്കിൽ അതിനവസരം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളെല്ലാവരും, പ്രേക്ഷകർ ഉൾപ്പെടെ, ടെലിവിഷൻ പ്രേക്ഷകർ അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സനൂഷയുടെ വേറൊരു രൂപത്തിലുള്ള വളർച്ചയുള്ള ഒരു പെർഫോമൻസ് ഈ രൂപത്തിൽ, ഈ പ്രായത്തിൽ കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തൊട്ടടുത്തിരിപ്പുണ്ട് സനൂപ്. സനൂപിനെ കാണുന്നതിന് മുൻപ് സനൂപിനെ എൻ്റെ മാതാവ് പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ ലൊക്കേഷനിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ആ സനൂപിൻ്റെ ഞങ്ങളുടെ ലൊക്കേഷനിൽ പ്രസവിച്ചതിന് ശേഷവും സനൂപ് വലിയ കുട്ടിയായതിനു ശേഷവും ഒക്കെ ഞങ്ങൾ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ശരിക്കും സനൂപിൻ്റെ ബാല്യം അല്ലെങ്കിൽ വളർച്ച, കുട്ടിക്കാലം കുറച്ചൊക്കെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സനൂപിൻ്റെ മനസ്സിൽ വലിയ നടനാവാനുള്ള മോഹം അന്ന് ഇന്ന് വന്നിട്ട് ആ മോഹം തീർച്ചയായിട്ടും സിനിമയിൽ വലിയൊരു ലെവലിലേക്ക് എത്തിക്കും. അതിന് യാതൊരു സംശയമില്ല. സന്തോഷിൻ്റെ കുടുംബത്തിനും സനൂഷയ്ക്കും സനൂപിനും നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാവണം. തീർച്ചയായും നമുക്ക് ഇനിയും ഒരുമിച്ച് കൂടാൻ, തിരുവനന്തപുരത്തെ അന്തരീക്ഷത്തിൽ ഒരുമിച്ച് കൂടാൻ അവസരം കിട്ടണം. ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. ആദ്യം ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി കൂടി തരണം. ഇനി എപ്പോഴാണ് തിരിച്ച് എൻ്റെ അടുത്തേക്ക് വരിക? ഉണ്ണിക്കുട്ടന്റെ കാര്യം ആദ്യം പറയാം. പറഞ്ഞ പോലെ തന്നെ 9 മാസം ഒരു പ്രസവത്തിന് 10 ദിവസം മുമ്പ് വരെ ലൊക്കേഷനിൽ വന്നിട്ട് അവസാനം ലൊക്കേഷനിൽ നിന്ന് ചീത്ത പറഞ്ഞു അമ്മേ, ഇനി ഇങ്ങോട്ടേക്ക് ഇത്രയും യാത്ര ചെയ്ത് വരരുത് എന്ന് ചീത്ത പറഞ്ഞപ്പോഴാണ് ലൊക്കേഷനിൽ പ്രസവ വാർഡ് ഉണ്ടാക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓർമ്മ എന്ന് പറയുന്ന സീരിയലില് ഇവൻ എന്റെ അനിയനായിട്ട് തന്നെ ഒരു ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 6 മാസം ആ ഒരു ടൈമൊക്കെ ആയപ്പോ തന്നെ. അപ്പോൾ തിരിച്ച് ഈ പറഞ്ഞ ടെലിവിഷൻ
ഈ പറഞ്ഞ കളത്തിലേക്ക് ഒന്ന് ഒരുപാട് എപ്പോഴെങ്കിലും സീരിയലുകൾ വിളിക്കാറുണ്ട്, പഠിത്തത്തിന്റെ ഭാഗമായിട്ടും പിന്നെ വേറെ സിനിമ എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതുവരെ ചെയ്യാതിരുന്നത്. ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. ഉറപ്പ് പറയാന്നല്ല, രാജീവിനെ പോലെ മുതിർന്ന അതെ, രാജീവ് അങ്കിളെ പോലെയുള്ള ഒരാളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, എന്റെ കരിയറിലെയും എന്റെ ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് രാജീവ് അങ്കിള്. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ നോക്കാം. ബുദ്ധിമുട്ടാണ്. അല്ലല്ല, രാജീവ് അങ്കിള് പറഞ്ഞ പോലെ ഞാൻ ഇതുവരെ എന്നെ കണ്ടിട്ടില്ലാത്തൊരു അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കാൻ തയ്യാറാണ്. സനുഷ ഈ പറഞ്ഞ പോലെ സിനിമ എന്ന് പറഞ്ഞത് ഫെയിം, മണി, പോപ്പുലാരിറ്റി, പല എലമെന്റ്സും ഉള്ള ഒരു മേഖലയാണ് സിനിമ എന്ന് പറയുന്നത്. അതിൻ്റെ വർണ്ണ പകിട്ടാണ്. ഇപ്പം നിങ്ങൾ രണ്ടുപേരും അത് സിനിമ, ടെലിവിഷൻ എല്ലാം ഹോഗിന്ന് ലൈം ലൈറ്റ് ഉണ്ട്. നിങ്ങളൊക്കെ ആൾക്കാർ കാണുമ്പോൾ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുന്നു, ഇവന് വെറുതെ ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നു, അങ്ങനെ ഇവന് ചുമ വരുന്നു, അങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. ഈ പറഞ്ഞ പ്രശസ്തിയും ഫെയിമും എല്ലാം കൂടുമ്പോൾ അപ്പുറത്തെ വശത്ത് ബോളിവുഡിലേക്കാണ് ഒരുപാട് ഗോസിപ്സ്. ഇടയ്ക്ക് സനുഷയെ കുറിച്ച് ഒരു ഗോസിപ്പ് ഒക്കെ ഇറങ്ങിയിരുന്നല്ലോ. ഞാനും കേട്ടു. എന്റെ കല്യാണമൊക്കെ ആരൊക്കെയോ തീരുമാനിച്ചു. ഏതോ ഒരു നടൻ ഉണ്ണി മുകുന്ദനുമായിട്ട് സനുഷയുടെ കല്യാണം ഫിക്സ് ചെയ്യുന്നു പറഞ്ഞിട്ട് എവിടെയൊക്കെയോ. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഒന്നിനേലും ഒരു ആങ്ങളോടെങ്കിലും നീ പറയണ്ടേടി പെണ്ണേ. ഞാൻ പറയേണ്ടതായിരുന്നു, എന്നോട് ക്ഷമിക്കണം. എന്നോട് ചോദിച്ചിട്ടുള്ള എന്നെ അറിയണ ഒരുപാട് പേര് ഭയങ്കര തമാശയായിട്ടാണ് എന്റെ അടുത്ത് ചോദിച്ചത്. എന്നാലും വിളിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞു പെട്ടെന്നായിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു. പക്ഷെ അത് ആക്ച്വലി ആ ഒരു പടത്തിൽ അങ്ങനത്തെ ഒരു ഇതുണ്ട്, ഒരു ഇൻസിഡന്റ് ഉണ്ട്, കല്യാണം കഴിക്കുന്ന ഇൻസിഡന്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് ചിലപ്പോ പബ്ലിസിറ്റിക്ക് വേണ്ടി ചിലപ്പോ പോയതായിരിക്കാം. ഐ ഡോണ്ട് നോ. ഞാൻ എന്ന് ഞാനും സനൂപ് വിശ്വസിക്കുകയാണ് കേട്ടാ. അതെ, ഇല്ല, എനിക്ക് അങ്ങനെ പ്രണയം തോന്നിയിട്ടില്ല. ഇല്ല, ഇവിടെ കല്യാണം കഴിപ്പിക്കണ്ട സന്തോഷേ. വേണ്ട, ഇപ്പൊ വേണ്ട. പഠിക്കണം എന്നാ പറഞ്ഞത്. പഠിക്കണം എന്നാ പറയുന്നത്. പക്ഷെ എന്നാലും സന്തോഷിന്റെ ഉഷയുടെ മനസ്സിലൊരു ടാർഗറ്റ് ഉണ്ടാവില്ലേ? അല്ല, ഉണ്ട്. ഒരു വർഷം, 2 വർഷം, 3 വർഷം, 2 വർഷം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് നിന്നെ കെട്ടിച്ചു വിടും. ഞാൻ പഠിച്ചൊരു ജോലി എടുക്കട്ടെ. അതൊക്കെ ഒന്ന് പറഞ്ഞാൽ പള്ളി പറഞ്ഞാൽ മതി. ഞങ്ങൾ എന്തായാലും 2 വർഷം കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചിരിക്കും അല്ലേ? അങ്ങനത്തെ ഒരു നല്ല അടിപൊളി ചെറുക്കനെ കിട്ടിയാ അങ്ങനത്തെയൊക്കെയാണ് നമ്മുടെ പ്ലാന്. ഇവൻ ഇഷ്ടപ്പെടുന്ന ചെറുക്കനെ ഞാൻ കെട്ടുള്ളൂ. അതേട്ടാ, നിനക്കൊരു ക്യാച്ചാണ് കേട്ടാ. നിന്നെ എന്താ കാരണം അറിയാ? നിന്നെ കൊണ്ട് സനൂഷ ഇവള് വളരെ വിളവത്തിയാണ്. ഇവള് ചില ആളെ നിന്നെ കൊണ്ട് ഇഷ്ടപ്പെടുത്തും. ഒരു കണ്ണ് ചേച്ചിന്റെ മുകളിൽ വേണം കേട്ടോ. 2 അതെ. എന്റെ ഏട്ടനായിട്ട് ഞാൻ ഇടയ്ക്ക് ഏട്ടാന്ന് വിളിക്കും. കുറച്ച് കഴിയുമ്പോൾ അമ്മാവനാവും നോക്കിക്കോളൂ. അയ്യോ, വളരെ സന്തോഷം. ഇത്രയും സമയം നമ്മൾ പോയത് തന്നെ അറിഞ്ഞില്ല. കുടുംബസമേതം നിങ്ങളെ കാണാനും ഈ JB ജംഗ്ഷനിൽ നിങ്ങളുമായി സന്ധിക്കാനും അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഉയരങ്ങളിലേക്ക് നിങ്ങൾ ഇനിയും പറന്ന് പോകട്ടെ. ഒരുപാട് വലിയ